കുട്ടിയുടെ ഫുൾ നെയിം? എവിടെ വീട്? എന്റെ ചമാസക്ക് വെച്ച് ഞാൻ പറയണ്ട. പ്രണയം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണോ? പേടിയാണോ എനിക്ക്? ബട്ട് നല്ല റോസാപ്പൂ വരണമെങ്കിൽ ചെറിയ പണി കൊടുക്കാം നമുക്ക്. റോസാപ്പൂകൾക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? പറ. അവളുടെ അടുത്ത് വെക്കാൻ ഇത്തിരി രസം ഉണ്ടാവണം. എന്റെ അത്ര ഫണ്ടി മതിയോ? ഫ്ലാട്ടിങ് ഇൻ ആൻ ഇന്റർവ്യൂ ബേബ്. അല്ല, ഞാൻ കല്യാണം കഴിച്ചതാ. ആവേശത്തിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു പ്രത്യേക സ്നേഹമാണ്. വില്ലനാണെങ്കിലും കുഞ്ചിക്കാൻ തോന്നുന്ന ഒരു വില്ലൻ, സ്നേഹം തോന്നുന്ന ഒരു വില്ലനായിരുന്നു. അപ്പൊ ബാസിയേട്ടനായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ നിങ്ങൾ ഒരു മൂവി? അപ്പൊ എങ്ങനെയായിരുന്നു സംസാരിച്ച്? അതൊരു കോൺഫിഡൻസ് തരും അല്ലേ നമുക്ക്? അതൊരു എന്താ പറയാ, പോവാണെന്ന് തോന്നില്ല, അവിടെ തന്നെ വെക്കും. Try to find happiness in small things. പണ്ട് സ്കൂളില് PT പീരീഡ് ഉള്ള ദിവസമാണെങ്കിൽ അത് മതി, അതിൽ ഞാൻ സെറ്റാണ്. വേറെ ഒന്നും വേണ്ട ആ ദിവസം എനിക്ക്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ പൊളിക്കും. നിങ്ങളുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കളിച്ചോട്ടോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഇപ്പൊ ഈ ഇന്റർവ്യൂസിന് വരുമ്പോ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോ ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള വെയർ, അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടേക്കുന്നത് കാഷ്വൽ വെയേഴ്സ് ആണ്. അത് തന്നെയാണോ കംഫോർട്ട്? അങ്ങനെ വലിയ ഞാൻ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനാണെങ്കിൽ മാത്രം ഐ തിങ്ക് ഐ വെയർ എ കോസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് എ ബിറ്റ് ലൗഡർ. അല്ലെങ്കിൽ ഐ ആം ജസ്റ്റ് ഷർട്ട് പാന്റ്സ് ആൻഡ് ഷൂസ് പോലെ. ഇത് തന്നെയാണ് ഈ കറക്കത്തില് കൊറേ മൂവി മ്യൂസിക്കൽ ഹൊറർ മൂവി എന്നാണ്. അപ്പൊ മ്യൂസിക് ആയിട്ട് ഭയങ്കര അടുപ്പമുള്ളതുകൊണ്ട് ഞാൻ അടിപൊളിയാണ്. അപ്പം അമേസിംഗ് സോങ്സ് ഉണ്ട് മൂവി, അടിപൊളിയാണ്. എന്തെങ്കിലും ലൈക്ക് മ്യൂസിക്കിന്റെ സമയത്ത് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സെൻഡ് സോങ്സ് ഷൂട്ടിന് മുമ്പ് തന്നെ. അപ്പൊ നമ്മൾ ഓൾവേസ് സുഭാഷ് ഞാൻ കേട്ടിട്ട് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അതില് പാടിയിട്ടുണ്ടോ? പറഞ്ഞു. There's a song. Okay. I might sing it. യക്ഷേശ്ശേരി അതിപ്പം നല്ല രസമായിട്ടുണ്ട്. ആ സ്റ്റെപ്പും കൊറിയോഗ്രാഫി. ഈ ഒരു മൂവിയുടെ ടീച്ചറാണ് നമുക്ക് അതിന്റെ കളർ ഗ്രേഡിങ്, അതിന്റെ ലൈക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കോസ്റ്റ്യൂം എല്ലാം ഭയങ്കര രസമായിട്ട്, ഭയങ്കര ഒരു വൈബ്രന്റ് അല്ല സത്യമായിട്ട് ഇഷ്ടമായി. എന്തായാലും നന്നായി വരും. ഞാനല്ല ഫസ്റ്റ് ഇന്റർവ്യൂ ഇതിന്റെ അടുത്തിരിക്കുന്നത്. അപ്പം അത്രയും ലൈക്ക് ഇതിന്റെ ടീച്ചർ കാണുമ്പോ തന്നെ ഇപ്പൊ മില്യൺസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞു. യക്ഷേച്ചിരിക്കായാലും ഇതിന്റെ ടീച്ചറിനൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇപ്പത്തെ ഈ ഒരു കറന്റ് സിനാരിയോയില് നമുക്ക് എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മുടെ ഓഡിയൻസിന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. ലൈക്ക് ഇപ്പം അടുത്തിറങ്ങിയ ഈ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓഡിയൻസ് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയി അബൌട്ട് മൂവീസ്. അപ്പം അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു ക്യാരക്ടർ സെലക്ഷൻസ് ഒക്കെ ഇനിയുള്ള കാലഘട്ടത്തിൽ ചേട്ടൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒബ്വിയസ്ലി EMI പടം ചെയ്ത് മതിയായി. പക്ഷെ നമ്മള് ഇവിടെ വർക്ക് ചെയ്യുമ്പോഴാടാ നമ്മള് ചിലപ്പോ നല്ല കലക്കം പടമായിരിക്കും, ബട്ട് യു വോണ്ട് ബി ഗെറ്റിംഗ് എനി മണി അതില്. പക്ഷെ അപ്പൊ തന്നെ വേറൊരു പറ്റമ സഹിക്കാത്ത പടം വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടി വരും, കാരണം അരി വെക്കണം. അങ്ങനത്തെ ചില സിറ്റുവേഷൻസിൽ പെടാണ്ടിരിക്കാൻ മാത്രമാണ് ഞാൻ നോക്കണേ. സോ ഐ ഡോണ്ട് മൈൻഡ്. അപ്പോ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ജസ്റ്റ് ബീങ് അവൈലബിൾ. നമ്മളെല്ലാവരുടെ ഇതിനും ഒരു പരിപാടി വരികയാണ്, ആക്കി ശരിയാ ചെയ്യാന്നുണ്ട്. അതിനും നല്ലത് ഐ തിങ്ക് നോട്ട് ബിക്കോസ് എഡ്യൂക്കേറ്റഡ് ആണ് പണ്ടേ, നോട്ട് ജസ്റ്റ് കോവിഡ് ശേഷം മാത്രമല്ല, കോവിഡ് ശേഷം എല്ലാവരും കുറെ കൂടെ കണ്ടു. പിന്നെ കുറെ പേര് മലയാള സിനിമ കണ്ടു. മലയാളം ഇസ് ഹാപ്പനിങ്, മൂവീസ് ഹാപ്പനിങ് റൈറ്റ് നൗ എല്ലായിടത്തും. അപ്പൊ നമ്മളതുകൊണ്ടാ പണ്ട് പോലെ അടിപൊളിയായതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി ഇപ്പൊ അങ്ങനെ ഇത്രയും ഫ്രഷ് മൂവീസും ഇത്രയും പുതിയ ഐഡിയാസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നതും അതിന്റെ പരിപാടിയൊക്കെ വരുന്നത്. സോ യാ ഒബ്വിയസ്ലി ഐ ബി ലുക്കിംഗ് ഇൻ ടു ഓൺലി ഡൂയിങ്
മൂവീസ് ലൈക്ക് ദാറ്റ്. ഓക്കെ. മലയാളം തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഇപ്പൊ ഫിമിനൊക്കെ അതെ തെലുങ്കു അങ്ങനെ ബിഗ് ബഡ്ജറ്റ് മൂവീസ് അന്യഭാഷകളിലേക്കൊക്കെ പോയി കഴിഞ്ഞു. ശ്രീനാഥേട്ടൻ അങ്ങനെ കോളൊക്കെ വന്നിട്ടുണ്ടോ? തമിഴ്, തെലുങ്കു, ഹിന്ദി? ഞാൻ ഒരു തമിഴ് പടം ചെയ്തു, ഓക്കെ ആരഞ്ജിത്ത് പ്രൊഡക്ഷൻസിന്റെ, ഓക്കെ റിലീസ് സൂൺ. റെക്കൈ എന്നാ പടത്തിന്റെ പേര്. ഓക്കെ. That's the only Tamil movie I've done. And yeah, എന്തെങ്കിലും നല്ലതൊക്കെ വന്നാൽ ആരെങ്കിലും വിളിച്ചാൽ പോവും. ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ. ഏത് ലാംഗ്വേജ് ചെയ്യണമെന്ന് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്? തമിഴാണോ? Yeah, I was super excited about Tamil. അപ്പോൾ ഞാൻ ചെയ്തു, എനിക്ക് ഭയങ്കര Okay. ഇഷ്ടമായി. Now just waiting to see the result. ഓക്കെ, അങ്ങനെ നിൽക്കുകയാണ്. ഈ ബാസിയേട്ടന്റെ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ് വന്നേക്കുന്ന വ്യക്തിയാണ്. ഒരു Yes. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നിരിക്കുന്നതാ. അപ്പം എങ്ങനെയാണ് ഒരു പുഷ് ബട്ടൺ ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിലൊക്കെ, Set. ഒരു റീസെറ്റ്, അതെങ്ങനെയാണ് ചേട്ടൻ നോക്കി കാണുന്നത്? വീട്ടില് അച്ഛനമ്മ, കട്ടില്, ഫാൻ, എവറിത്തിങ് ഓഫ്. എല്ലാവരും എന്നിട്ട് കരയോ ഒരുപാട്? എന്തോരം കാര്യങ്ങളോ. കരയുമ്പോ ഇങ്ങനെ എനിക്കൊക്കെ സങ്കടം വന്ന് കരഞ്ഞു കിടക്കുമ്പോ ഒരാശ്വാസം. അതെ, നെറ്റിൽ എന്തോ ഇറങ്ങിപ്പോയോ അല്ലേ? ആശ്വാസമായിട്ട് ഞാൻ ക്ഷമിച്ചളയും. വർക്ക് ലൈക്ക് ഫ്യൂവലിംഗ് ഇറ്റ്. ഓക്കെ. ഇറ്റ്സ് ഈസിയർ വെൻ എന്താ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിലാവും കേട്ടോ. മറ്റേത് ഡ്രിഫ്റ്റ് ചെയ്ത് യു ആർ ഡൂയിങ് തിങ്സ്. ഓക്കെ, അത് കിട്ടി ഇത് കിട്ടി, അടിപൊളി, ഇങ്ങനെ പോയിട്ട് ദെൻ യു ഫോൾ. പിന്നെ യു ഗെറ്റ് ഇൻ ദ ഡ്രൈവർ സീറ്റ്. ഞാൻ ഓടിച്ച് കം ബാക്ക്. ഐ ലവ് ദാറ്റ്. ഐ എം ഓക്കെ. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ an artist should fall, should have problems, should go through bad things, shouldn't have a perfect life. അത്ര നല്ലൊന്നും ആയിരിക്കരുത്. You can't be an artist. I don't think you എക്സ്പീരിയൻസുകളില്ലാണ്ട് ഇത് എങ്ങനെയാണോ മുഖത്ത് കാണിക്കാൻ പോണത്? അത് ഇതുവരെ വന്നിട്ടില്ല ശരീരത്തിൽ. ഞാൻ ഭീഷ്മ വർക്ക് ചെയ്യുമ്പോ വിചാരിച്ചായിരുന്നു, ദൈവം എങ്ങനെയാണ് ചാവണത്, മറ്റേ ഇതെങ്ങനെ ചാവണത്, ഇതുവരെ ചത്തിട്ടില്ല അല്ലെ, ഇവിടെ കുത്തുകൂട്ടുമ്പോ എന്താ ചെയ്യാ, യു ഡോണ്ട് നോ. ബട്ട് ദാറ്റ്സ് ഹൗ യു ലുക്ക് അറ്റ് തിങ്സ്. ലൈക്ക് അപ്പം if you are not going through bad things in your life, ഇപ്പൊ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ അതുപോലെ തന്നെ നാച്ചുറൽ ആണ്. അതൊക്കെ അതിൽ കൂടെ പോയാലല്ലേ ഇത് വീണ്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് വാട്ട് I mean, it's not a nice thing to say, but I try to ride it, enjoy it. You know, it's going to be like this കുറച്ച് നാളത്തേക്ക്. അങ്ങോട്ട് സമാധാനമായിട്ട് മനസ്സിലാക്കിയിട്ട് റൈഡ് ചെയ്യും. വേറെ മറ്റേ സാധനം ഭയങ്കര ശോകമാണ്. മറ്റേ സ്ലോ ഡൗൺ ചെയ്യാ, എന്നിട്ട് ചിന്തിക്കുക അല്ലേ? No, work. Not just chinda is not going to do anything for you. Just work. അടുത്ത പരിപാടി തുടങ്ങിയില്ലെങ്കിൽ you're going to get stuck. So that's what I do. അതിപ്പോ സക്സസ് ആണെങ്കിലും കേട്ടോ, സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും അങ്ങനെ രണ്ടും കേവാണ്. അപ്പൊ സക്സസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മധ്യ കഴിഞ്ഞ് ബും, ഇനി എത്രയും പെട്ടെന്ന് അടുത്ത്, കാരണം ഇനി കേവ് അത് വീഴും. അത് അതുപോലെ തന്നെ ഫെയിലിയറും. till you are like okay ഇത് പോയി കഴിഞ്ഞ് പരിപാടി, അത് മനസ്സിലാക്കണ വരെ നമ്മൾ പിന്നെയും വീണോണ്ടിരിക്കുകയായിരിക്കും. അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് പിന്നെ ഓക്കെ, then you start climbing up. So I'm okay with that. I love it. കേട്ടല്ലോ. അപ്പൊ സ്റ്റക്ക് ആയിട്ട് നിൽക്കാൻ പാടില്ല, വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്നാണ് ശ്രീനാഥേട്ടൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഒരാൾ ചിന്തിച്ചോണ്ടിരിക്കുകയാണ് കറക്കത്തെ പോലെ, എന്താണ് ഇത്രയും ചിന്തിച്ചോണ്ടിരിക്കുന്നത്? ആവേശത്തിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു പ്രത്യേക സ്നേഹമാണ്. വില്ലനാണെങ്കിലും കൊഞ്ചിക്കാൻ തോന്നുന്ന ഒരു വില്ലൻ, സ്നേഹം തോന്നുന്ന ഒരു വില്ലനായിരുന്നു. അപ്പൊ കറക്കത്തിലേക്ക് വരുമ്പോ എന്താണ് കഥാപാത്രം, എന്താണ്? മനുഷ്യനാണ്. ഓക്കെ. ബാസിയേട്ടനായിട്ട് ഫസ്റ്റ് ടൈം അല്ലേ നിങ്ങൾ ഒരു മൂവി? അപ്പൊ എങ്ങനെയായിരുന്നു? കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഓക്കെ. വിശേഷങ്ങൾ പറ. അവിടത്തെ വിശേഷം അറിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരോട് ചോദിക്കണല്ലോ. ഓൾ ക്രൂ അല്ലെങ്കിൽ ഓൾ സെറ്റ് വൈബ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ അതിലുണ്ടാകുന്ന പ്രാണങ്ങൾ ഓക്കെ. ഇഷ്ടമാണ്. എല്ലാവരും പുതിയ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. എന്താ പറയാ, ഹാപ്പിയാണ്. ഓക്കെ. ഇപ്പൊ ഒരുപാട് ഇഷ്ടമാണ് ബാസിയേട്ടൻ എന്ന് പറഞ്ഞു. ബാസിയേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോദിക്കട്ടെ, ഒരു 5 കാര്യങ്ങൾ. അല്ല ഒരു കാര്യം, കുടിക്കും കുളിക്കും ചാട് പിരിക്കും. അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ.
ഒരു പൊളൈറ്റ് പറ. നമ്മൾ സംസാരിച്ച് ഉം. പിരിയുമ്പോ ലൈറ്റായി ഹഗ് ചെയ്യും. ആ അതൊരു കോൺഫിഡൻസ് തരും അല്ലേ? ആ ഓക്കെ ഓക്കെ. അത് നമുക്ക് അതൊരു എന്താ പറയാ പോവാണെന്ന് തോന്നില്ല, ആ അവിടെ തന്നെ വെക്കും. ആ ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിട്ട്. ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്. അപ്പൊ ബാസിയേട്ടാ, ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ബാസിയേട്ടനോട് ആർക്കോ എന്തോ ചോദിക്കാനുണ്ട്. ഉം. എന്തോ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ്. മൈക്ക് ഒന്ന് കൊടുക്കോ. ഷാരോൺ കണ്ണൂരിന്നാണ്. കണ്ണൂര്. ഓക്കെ. ഞാൻ ലക്ഷ്യെ ശരി ക്ലിനിക്കൽ വേണ്ടി ഉണ്ടായിരുന്നു. ഉം. അപ്പൊ ഫെമിന ചേച്ചിക്കും മാസ്റ്റേറിനെ കൂടെ ഒന്ന് ജസ്റ്റ് ഡാൻസ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? നമ്മളെ റിക്വസ്റ്റ് ആണ്. അതെ, കണ്ണൂരിന്ന് വന്നേക്കണല്ലേ കണ്ണൂരിന്ന് വന്നേക്കണാണ്. യക്ഷിയെ ചിരി. ആ ശരിയല്ല, സ്റ്റെപ്പ് ഡാൻസ് ഉണ്ടോ? ആ ഞങ്ങൾ കളിക്കണില്ല, ഞങ്ങൾ പേടിക്കണ മാത്രമേ ഉള്ളൂ. ആ വീഡിയോ ഉണ്ട്, രണ്ടാളും എല്ലാരും റിക്വസ്റ്റ് ആണ്. അതെ, എല്ലാവരും റിക്വസ്റ്റ്. ഫെമിന ചേച്ചിയും No, boy. ഫെമിന ഓക്കെ ആണോ? ഫെമിന ഓക്കെ ആണോ? ഓക്കെ, ഫെമിന ഓക്കെ ആന്ന്. I have no idea what they're asking. അറിയാവുന്ന സ്റ്റെപ്പ് അറിയാവുന്ന സ്റ്റെപ്പ് ഇട്ടാൽ മതി. യക്ഷിയെ ചിരി ന്യൂ കൊറിയോഗ്രാഫി നമുക്ക് ചെയ്യാം വിത്ത് ശ്രീനാഥ് ബാസി ആൻഡ് ഫെമിന. Yo, എന്റെ റിക്വസ്റ്റ് അല്ല, ഇനി എന്നെ കുറ്റം പറയല്ലേ. Baba, just put the song. ഓക്കെ, ഫെമിന വാ. But I want everybody there. Brother, എല്ലാരും വാ. ജോസ് വാ Everybody, ba. വാ Then it's easier, ba. വാ. ഓക്കെ, യക്ഷിയെ ചിരി. It's crazy. നിങ്ങൾ ഉള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബാസിയേട്ടൻ പറഞ്ഞ എന്റെ നമ്പറാന്ന് കണ്ടോ. ഡാൻസർ നടക്കുന്ന കാണിച്ചു തരുമോ എന്റെ സ്റ്റെപ്പ്? യക്ഷിയെ ചിരി. കളിച്ചോട്ടോ, കളിച്ചോ എങ്ങനെയാ? അതെ കളിക്കണോ? അത് അങ്ങനെയാണോ? Please. സന്തോഷായി. ബാസിയായിട്ട് ഇങ്ങനെയൊക്കെ ഡാൻസ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. Thank you. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാള് ഇങ്ങനെ ചിരിക്കുക അല്ലെങ്കിൽ സന്തോഷിച്ച് കാണാന്നൊക്കെ പറയാൻ നമുക്കതൊരു I like fun things, bro. ജീവിതത്തില് ഈ ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി തോന്നിയ ഒരു മൊമെന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? I don't know. I try to find happiness in small things. ചെറിയ കുറച്ചൊക്കെ മതി. I try to find that. Like പണ്ട് സ്കൂളില് PT പീരീഡ് ഉള്ള ദിവസമാണെങ്കിൽ അത് മതി എനിക്ക്. അതില് ഞാൻ സെറ്റാണ്. വേറെ ഒന്നും വേണ്ട ആ ദിവസം എനിക്ക്. ഒരു ടീച്ചർ ആബ്സെന്റ് ആയാലും മതി. അല്ല, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടിയ പൊളിക്കും. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് തിന്നാല് അങ്ങനത്തെ. So I don't keep it like ഭയങ്കര സെലിബ്രേറ്റിംഗ് സാധനം അങ്ങനെ. ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ. ചെറിയ ഇപ്പൊ ഒരു ആക്ടറായി മാറി കഴിഞ്ഞാലും ചെറിയ കാര്യം. ഇപ്പൊ ഒരു നല്ലൊരു ഫുഡ് കുക്ക് ചെയ്ത് ഹാപ്പി ആവും. ലൈക്ക് അതും ചെറിയ ഇപ്പൊ ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് എ സെലിബ്രേഷൻ. നമ്മുടെ ഇപ്പൊ ഞാനും നമ്മൾ പടം ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇറ്റ് ബി ഇൻ മൈ റൂം ഓർ ഹിസ് റൂം ഓർ ചെറുതായിരിക്കും പരിപാടി. ഇല്ല, എല്ലാം ചെറുതായിരിക്കും. ഈ ബർത്ത്ഡേസ് അല്ലെങ്കിൽ ജീവിതത്തിൽ നടക്കുന്ന അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ അങ്ങനെ ഓർത്ത് വെക്കുക? അതും അങ്ങനെ ഒന്നുമില്ല, നോർമൽ ഡേ പോലെയാണോ ബർത്ത്ഡേസ് ഒക്കെ? ചെറിയ എന്തെങ്കിലും പരിപാടി വീട്ടിലുണ്ടെങ്കിൽ പപ്പയും മമ്മി എന്തെങ്കിലും അറിയില്ലേ? നമ്മളായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ 40th bash അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. ഓക്കെ, അതിനോട് താല്പര്യമില്ല. പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ താല്പര്യമില്ല എന്നൊന്നും പറയില്ല. അങ്ങനെ ചെയ്യാറില്ല. ഒരു സിറ്റുവേഷൻ വരികയാണ്, എല്ലാവരും ഉണ്ട് ഒരു സ്ഥലത്ത് എന്റെ ബർത്ത്ഡേ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇപ്പൊ ഒരു ആക്ടറായി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ചിന്താഗതി അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന രീതി മാറിയോ? അല്ലെങ്കിൽ ആ ഒരു രീതികളൊക്കെ എങ്ങനെയാണ്? ഇപ്പോഴും സെയിം തന്നെയാണോ ബിഫോർ ആക്ടർ? I think I've changed a lot. Like ചെറുപ്പത്തില് വേറൊരാവും. I'm 38. So
I'm a different man. അതിൻ്റെതായ നല്ലതുകൊണ്ട് അതിൻ്റെതായ കുറവുകളുണ്ട്. ബട്ട് പക്ഷെ എവല്യൂഷനും ചേഞ്ചും മാത്രമാണ് ആകെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനം ജീവിതത്തിൽ. സോ ഓക്കെ വിത്ത് ദാറ്റ്. ഓക്കെ. ഫ്രം ദ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഇപ്പൊ ഒരുപാട് മൂവീസ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് മൂവി കഴിഞ്ഞതിന് ശേഷമാണ് ബാസിയേട്ടന് തോന്നിയേക്കുന്നത് ഓക്കെ പീപ്പിൾ ആർ നോട്ടീസിങ് മീ എന്ന് തോന്നിയ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു മൂവി ഏതായിരുന്നു? 22 ഫീമെയിൽ കോട്ടയം. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം വൈപ്പിങ്കര ഇങ്ങനെ പീപ്പിളൊക്കെ ഇങ്ങനെ നോട്ടീസ് ചെയ്യാനും ആദ്യത്തെ പ്രാവശ്യം ആൾക്കാർ ആദ്യമായിട്ട് അവനേതാണ് ലൈക്ക് കോംപ്ലിമെന്റ്സ്. 22 FK ആയിരുന്നു. ഓക്കെ. ഇനി ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഫാൻസിന്റെ സൈഡിൽ നിന്ന് ഓക്കെ. എന്റെ പേര് അഫ്സന. ഹായ്, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബെസ്റ്റ് വിഷസ് ഫോർ കറക്കം. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു. ആൻഡ് യു സ്റ്റാർട്ടഡ് യുവർ കരിയർ ഫ്രം പ്രണയം ഐ ഗസ്. പിന്നെ കുംബ്ലങ്കി നൈറ്റ്സ്, ഭീഷ്മപർവം, ഫൈനലി ഇപ്പോ കറക്കം. സോ ഇനി എങ്ങനെയുള്ള ക്യാരക്ടർ ട്രൈ ചെയ്യണം എന്നാണ് അങ്ങനെ ഒരു ആഗ്രഹം കാണുമല്ലോ, ഇങ്ങനെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ? Yeah, I want to do grown up roles, man. I'm done playing these I'm done playing these urban little. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ and I'm also growing up as in I don't like it. अच्छा नहीं लग रहा मुझे ये bro. I don't like it. I don't like it. So കുറച്ചുകൂടി So yeah, maybe like man, I'm looking at okay, maybe അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരണേ കിട്ടണേന്ന് I'm thinking. താങ്ക് യു ഫസ്റ്റ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇപ്പം പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രണയം ആ ഒരു മൂവി മമ്മൂക്കയോടൊപ്പം ഷെയർ ചെയ്തു സ്ക്രീൻ. അപ്പൊ ബാസിയേട്ടന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നത് എനിക്ക് Pranam is Mohanlal. സോറി It's okay. It's okay. I got you. It's okay. അല്ല ഇനി ലാലേട്ടന്റെ ഒപ്പം വേറെ ഒരു നല്ല I would love to. I love the guy. ഓക്കെ എന്തെങ്കിലും അത് സംഭവിക്കണേ. ഓക്കെ. ഒരു മൂവി ലാലേട്ടനോട് love to. എങ്ങനത്തെ ഇതാണ്? നെഗറ്റീവ് ഷെയ്ഡ് ആണോ വേണ്ടത്? Doesn't matter. Doesn't matter. Doesn't matter anything. ലാലേട്ടൻ മകനായിട്ടോ? I want to do a good role with him, whatever the role is. ഓക്കെ. ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ലാലേട്ടൻ ആ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. I hope so. I hope I get to work with him someday. So I love him. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ. അതാണ് ഇനി ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് കാണുന്നത്, ലാലേട്ടന്റെ ഒപ്പം അങ്ങനെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാണോ? Yeah, I hope I get to do a നല്ലൊരു പരിപാടി. ഈ ബാസിയിലൊക്കെ ഒരു കൊച്ചി ഗ്യാങ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. നിങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ കൊച്ചി ഗ്യാങ്. കൊച്ചി ഗ്യാങ് ഒരുപാട് പേര് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളുടെ കോസ്റ്റ്യൂം, നിങ്ങളുടെ സ്ലാങ് അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കൂട്ടമുണ്ട്. ഇപ്പൊ അതിൽ കുറച്ച് പേരാണ് വന്നിരിക്കുന്നത്. അല്ലാതെ തന്നെ ബാസി മച്ചൻ ഉയർ അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പൊ ബാസിയുടെ പല ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. പലരൊക്കെ വന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ച് വിടാറുമുണ്ടെന്ന്. Please man, stop this. But like എന്ത് പറഞ്ഞാലും it doesn't matter. People are very nice to you, and you should give them good advices. So I try to tell them ഞാൻ ചോദിക്കുന്നത് എന്ത് ചെയ്യണം ശരിക്കും so I try to get to know them and you know advise them to do what they really like. If they're doing this involuntarily, okay, it's fine. അത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആണ് ചെയ്യുന്നതെങ്കിൽ അത് ശരിയല്ല. പക്ഷെ all these boys are amazing. എന്റെ കാര്യങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് കൊണ്ടുപോകണം. പക്ഷെ ഐ നോ ജോയൽ ആൻഡ് ഓൾ ദാറ്റ് ഈസ് ഗുഡ്. കുറച്ച് ആൾക്കാർ അങ്ങനെ പരിപാടികൾ വൃത്തിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ സസ്റ്റൈൻഡ്. അല്ലെങ്കിൽ വെറുതെ ഒരാളുടെ പേരിൽ കുറെ പേര് ഇങ്ങനെ തിരിഞ്ഞളിക്കണം എന്നുള്ളൊരു ഇതാവും. അത് വരരുത്. അതിനുവേണ്ടി ഞാൻ എപ്പോഴും അതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. ബട്ട് കിഡ്സ് ആർ വെരി നൈസ്, ഭയങ്കര സപ്പോർട്ടീവും ഓർഗനൈസ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതൊരു നല്ല സ്ട്രക്ചേർഡ് പരിപാടിയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. I always support them for that. ഈ ബാസിനെ ഇപ്പൊ ആദ്യമായിട്ട് കണ്ട അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കുറെ പേരൊക്കെ ആദ്യമായിട്ട് ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോഴത്തേനും പ്രീ ജഡ്ജോടെയാണ് വരണേന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്കൊരു ഇമേജ് ഉണ്ടാവും, കേട്ടുകേൾവിയായിട്ട് ഒരു ഇമേജ് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇമേജ് വെച്ചാണ് വരുന്നതെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിബഡി ഹു മീറ്റ്സ് മീ, എന്നെ പരിചയമില്ലാത്ത ആര് മീറ്റ് ചെയ്താലും നിങ്ങളൊരു പ്രീ ഡിസ്പോസിഷൻ ആയിട്ടായിരിക്കും വരിക. നാച്ചുറലാണ്. ഓക്കെ. അതല്ല ഇപ്പൊ അത് ക്ലിയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഒരു പോയിന്റ് എന്നെ ഈ ഒരു പോയിന്റിൽ എന്നെ പ്രീ ജഡ്ജ് ചെയ്യുന്നു, ഇങ്ങനെയാണ് ബാസി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ്. ഇല്ലടാ, അങ്ങനെയൊന്നും. ഇതൊക്കെ ഓരോരുത്തരും
ഇത് എന്റെ തലയിലില്ല, ഇതൊക്കെ നിങ്ങളുടെ തലയിലാ. എന്റെ തലയിൽ ഭയങ്കര ശാന്തിയാണ് കാര്യങ്ങള്. ഐ ഡോണ്ട് കെയർ അവനെന്താ എന്നെ കുറിച്ച് വിചാരിക്കണേ, അയാൾ എന്നെ കുറിച്ച് ഇങ്ങനെ. എനിക്കിതൊന്നും എന്റെ പ്രശ്നങ്ങളല്ല താനീ പറയണോന്ന്. എനിക്കില്ല ഈ പ്രശ്നങ്ങളൊന്നും. സോ വെൻ യു ആസ്ക് മീ ഐ ഹാവ് ടു ലൈക്ക് പ്രശ്നം അല്ല അത് അപ്പൊ പിന്നെ ഇത് എന്തിനാ ചോദിക്കണത് എനിക്ക് മനസ്സിലാവില്ലേ. ലൈക്ക് അല്ല അങ്ങനെ ഉണ്ട്. ലൈക് ബാസിയേട്ടനെ പറ്റി ഇപ്പൊ താനാ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇല്ല, എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു. ഇല്ലടാ, എനിക്ക് അങ്ങനെ. ഇപ്പൊ എനിക്ക് പക്ഷെ പേടിയില്ല മാറി. നാച്ചുറൽ ഞാൻ പറഞ്ഞു. അതെ. അത് ഒരു പ്രീഡിസ്പോസിഷൻ ആണല്ലോ. അയ്യോ എങ്ങനെയായിരിക്കും അത് 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 നിന്റെ പ്രശ്ന, അതെന്റെ അല്ല. എനിക്ക് എന്തായിരുന്നു പേടിയെന്ന് അറിയാമോ? അയ്യോ എന്തെങ്കിലും ചോദിച്ചാൽ ഇറങ്ങി പോവോ, ടെൻഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യമേ നമ്മുടെ പ്രൊഡക്ഷൻ സോറി യുവർ പ്രൊഡ്യൂസർ ഹാഡ് കം ആൻഡ് വി ഹാഡ് എ ഗുഡ് ടോക്ക് ആൻഡ് ഓൾ ദാറ്റ്, സോ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ എന്റെ അടുത്ത് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാം ഡീസെന്റ് ആയിട്ട് കാണിച്ച് ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ്സ് ഓക്കെ. എക്സെപ്റ്റ് ഫോർ സ്കിന്നിങ് മീ അലൈവ് വിത്ത് ദ വീഡിയോ, എവരിതിങ് എൽസ് വാസ് ഗ്രേറ്റ്. അല്ല പൊതുവെ നമുക്ക് But that's good. I like him as my homie. Changana. It's okay. It's all good. I just don't like media taking it up and keep on telling somebody താൻ എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങളുടെ തല്ലല്ല. നമ്മള് വേറെ പരിപാടി ചെയ്തോണ്ടിരിക്കുക, ഇവിടെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് ഓടി നടന്ന് വയ്യാണ്ടായി. എനിക്ക് ആക്ച്വലി ഇത് ഇവിടെ ഇടിച്ചിട്ട് വീർത്തിരിക്കുക, അത് കൺസീൽ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നലെ ചുമയും വയ്യാണ്ടൊക്കെ ശബ്ദമൊക്കെ പോയിരിക്കുക. But people will be like, Basi late ആണ് മറ്റേ. That's the predisposition, which is fine, which is not my problem at all. അതെ, എനിക്ക് പ്രശ്നമില്ല കേട്ടോ, ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാറില്ല, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, താൻ പേടി ഉണ്ടായിരുന്നു പറഞ്ഞോണ്ട് പറഞ്ഞ അതാ പ്രശ്നം. അതാ പ്രശ്നം. അത് അല്ലാണ്ട് തനിക്ക് പ്രശ്നം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞു. ഐ വാസ് സേയിങ് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടല്ലോ. ആ പേടി താൻ വിചാരിക്കണ എന്നെ ജഡ്ജ് ചെയ്തിട്ടാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഇവിടെ ഒന്നിരുന്ന് വെറുതെ കാര്യം പറഞ്ഞിട്ട് പോരെ. നത്തിങ് എൽസ് ടു ഡു റൈറ്റ്. ഞാൻ പറഞ്ഞു വെച്ചാ അയ്യോ ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം, അത് തന്റെ തലയിലുള്ള. എനിക്ക് ആ പ്രശ്നമേ ഇല്ല. ഐ എം ഹാപ്പി. എന്റെ പടത്തിന്റെ പ്രൊമോഷൻ, ഐ ഷുഡ് ബി ഹാപ്പി റൈറ്റ്. ഇപ്പൊ ഞാനും ഹാപ്പിയാണ്, എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. താങ്ക് യു. യെസ്, ആ ഒരു വൈബിലെത്തി. പോടാ ബന്ധാണ് അല്ലേ? അത്രക്ക് വേണ്ട. ഓക്കെ, അടുത്ത ഒരു ചോദ്യമുണ്ട്, അത് പ്രശ്നമാവോന്ന് എനിക്ക് അറിയില്ല. ചോദ്യത്തിലേക്ക് വരട്ടെ. ഓക്കെ. ഹായ് സർ. യെസ് ഹായ്. എന്റെ പേര് ബ്യൂല. ഞാൻ ബ്യൂല. നൈസ് ടു മീറ്റ് യു ബ്യൂല. താങ്ക് യു സർ. സോ ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. സോ എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, സാർ ഇപ്പോൾ ഓൾറെഡി ഇത്രയും ഫിലിംസ് ചെയ്തല്ലോ, അപ്പൊ സാറിന്റെ പേഴ്സണാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ സാർ ഇത്രയും സിനിമ ചെയ്തതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അത് എല്ലാത്തിലും ഇത്തിരി പ്രേതം ഉണ്ടാവുന്നതാണ് എന്റെ ഫീൽ ലൈക്ക്. ദാത്തടി വാസ് റിട്ടൺ അക്കോർഡിംഗ് ടു ഹൗ ഐ സ്പീക്ക്. ഞാൻ സംസാരിക്കണ പോലെയാണ് ഡാത്തടിയ എഴുതിയത്. അവരുടെ വീട്ടിൽ വരുന്ന ഒരു ചെറിയ ചെക്കനായിരുന്നു ഞാൻ. അപ്പം ശ്യാമേട്ടനും അഭിയേട്ടനും അത് എക്സൈറ്റിംഗ് ആയിരുന്നു. ഇവരെന്ത് ഇങ്ങനെ വർത്താനമാണ്. അപ്പൊ അവരത് കണ്ടിട്ടാണ് എഴുതിയേക്കണത്. അപ്പൊ ഐ തിങ്ക് ദാത്തടിയ വാസ് ദ ക്ലോസസ്റ്റ്. സാറിന് അങ്ങനെ ലൈക്ക് സാറിന്റെ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തേക്കുന്ന ഒരു റോൾ ഏതാണെന്ന്? ഐ തിങ്ക് ഇറ്റ് വാസ് ദാത്തടി. ഐ ഫീൽ ലൈക്ക് തടിയുടെ കൂടെയുള്ള. സാറിന് അപ്പൊ ഒരു ചലഞ്ചിങ് ആയിട്ട് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ, അതോ ഇറ്റ്സ് ഈസിയസ്റ്റ് എന്നുള്ള രീതിയിലാണോ? നത്തിങ് ഈസ് ഈസി. ക്യാമറ മുമ്പിൽ വരുമ്പോ നത്തിങ് ഈസ് ഈസി. അതെന്താണെങ്കിലും ഐ don't think anything is easy. Bachelor party was a bit interesting. Okay. ഡ്രാമയായിരുന്നു, വേറെ ഡയലോഗ് ഡെലിവറിയും പരിപാടിയൊക്കെ ആയിരുന്നു. ഫൺ. അപ്പൊ നമുക്കതങ്ങനെ ഗെയ്ജ് ചെയ്യാൻ പറ്റില്ല ഏത് പടത്തിൽ എവിടെയാണ് പുതുതായിട്ടുള്ള സാധനം നമ്മൾ വർക്ക് ചെയ്യാൻ പോണെന്നുള്ളത്. ചിലപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റോളായിരിക്കും, പക്ഷെ then you will get മറ്റേ ഒരിക്കലും പിടിക്കാത്തൊരു സാധനം ചെയ്യേണ്ടി വരും. നമ്മൾ വിചാരിച്ചിട്ട് അവിടെ എത്തുമ്പോ so the easiest role you think is easy might be very testy. Okay sir, thank you. Thank you Viola. Thank you. Okay, thank you. Okay, so bachelor party. That's a beautiful question. എന്താണ് ചോദിച്ചതിനോടൊപ്പം പേടിച്ചായിരുന്നാ? ഇത്തിരി എന്നെ ഇറക്കി വിടണല്ലോ എന്ന് ഓർത്തല്ലേ? ഇപ്പൊ ബാച്ചിലർ പാർട്ടി പറഞ്ഞോണ്ട് ചോദിക്കാണ്. ബാച്ചിലർ പാർട്ടി ഇപ്പൊ 2 അതിന്റെ ഷൂട്ടിന്റെ ഒക്കെ സ്ഥലത്ത് നിന്നാണല്ലോ വരുന്നത്. അപ്പൊ കഴിഞ്ഞു. യെസ്. അപ്പം എങ്ങനെയാണ്? സീനാണ്. കത്തിക്കും. അടിപൊളിയാണ്. ഓക്കെ. ഇനി
അടുത്തൊരു മെലഡി ഒരു പാട്ട് ഒരു അപ്പൊ ഞാൻ melodious ആയിട്ടുള്ള ഒരു- എന്നിട്ട് നോക്കി ഇത് മെലഡി ആയിരുന്നു. അല്ല ഇതൊരു ഫോക്ക് അല്ലേ, പിന്നെ? താളൊക്കെ വെച്ച്. ഇനി നല്ല ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നതല്ലേ, അപ്പൊ പുറത്തൊക്കെ എബ്രോഡിൽ ഒരുപാട് ഷോസും കാര്യങ്ങളും. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്ന, അയ്യോ ആയിട്ട് നിന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട്. സ്റ്റക്കാക്കണോ? സ്റ്റക്ക് ആക്കിക്കോ, എന്നെ ആക്കണ്ട, ഇവരെ ആക്കിക്കോ, എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണല്ലോ. ഇല്ലടോ, ഞാൻ ഒരു പാട്ട് പോരെ. ഒരു പാട്ടും കൂടെ. ഞാനൊരു ഒറ്റ ബോംബുള്ളൂ, അത് കഴിഞ്ഞു. ഇല്ല ഇല്ല, ഒരു പാട്ടോ ഇനി ചോദിക്കില്ല, ഒരു പാട്ട്. ഒരു കയ്യടി ലാസ്റ്റ് ആയിട്ട് ഒരു പാട്ട് പ്ലീസ്, ഒരു താങ്ക് യു ഗൈസ്. അല്ലേ ഒന്ന് പാടി തീർത്തു വീട്ടിൽ പോവാ. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാട്ട്, ഒരു പ്ലീസ്, ഒരു സിസ്റ്റർ ചോദിക്കുന്ന കിട്ടി കിട്ടി രീതിയിൽ. കിട്ടി. ആ, okay. ജന്മകാജിനി ഭാരതം ആ കർമ്മമേദിനി ഭാരതം നമ്മളാം ജനകോടി തൻ അമ്മയാക്കിയ ഭാരതം ജന്മകാരിണി ഭാരത. കയ്യടിമോളെ. ആ ഭാരതം. താങ്ക് യു താങ്ക് യു. Thank you. Okay. ഈ ഒരുപാട് ഉപദേശങ്ങളൊക്കെ കിട്ടാറുണ്ടോ? ഒരിക്കലും ഇല്ല. ഇല്ല, ഏയ് ഉപദേശിക്കാൻ ആരും വരാറുമില്ല. താല്പര്യമില്ല ആർക്കും ഇപ്പൊ. അവർ വിട്ടുപിടിച്ച അവരിപ്പോ നോക്കാതെ ജീവനോട് എന്ത് പറയാനാന്നുള്ളതും കൂടെ. ഓക്കെ. അല്ല ആരെങ്കിലും ഇങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങക്ക് ആലോചിച്ചൂടെ? എന്താ നീ പറയാൻ വന്നേ? അല്ല ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇവനെ ഒന്ന് ഉപദേശിക്കുക, അങ്ങനെ ആരെങ്കിലും വന്ന് റിക്വസ്റ്റ് ചെയ്തു? അച്ഛൻ അമ്മേനോട് പറയാറുണ്ട്, അമ്മ അച്ഛനോടും പറയാറുണ്ട് ഇടക്കിടക്ക്. ഡെയിലി രാവിലെ ഭക്ഷണം കഴിക്കുമ്പോ ഞാനത് കാണാറുണ്ട്. അവരുണ്ട് I love them. Okay. ഏറ്റവും വലിയ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. ഓക്കെ, അവരെന്തിനും കൂടെ കട്ടയ്ക്ക് നിൽക്കും. അവര് മാത്രമേ ഉള്ളൂ. അവരേതെങ്കിലും മൂവീസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കുത്തിയിരുന്ന് ക്രിറ്റിസൈസ് ചെയ്ത ഏത് മൂവി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ പറഞ്ഞ? എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആ ചെറിയ ചെറിയ താറ്റുകൾ ഓക്കെ. ഏറ്റവും ഇടയ്ക്ക് തേച്ചൊട്ടിക്കും ഇങ്ങനെ മതല്ല, അല്ലാണ്ട് വേറെ മൂവീസ് ഇപ്പൊ പറയണ്ട, ക്യാരക്ടർ പറയാൻ പറ്റുമോ? ഒന്ന് പോയടോ. തേച്ച് ഒട്ടിക്കുന്ന രണ്ടുപേര് വീട്ടിൽ തന്നെ ഉണ്ടല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അവരോട് ഇങ്ങനെ പറയാം, അമ്മ ഞാൻ ഇങ്ങനെ ഒരു മൂവി They are first people to come and watch. അവര് സെറ്റിൽ വരും. When I'm shooting they come. ഓക്കെ. അവര് അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. സോ they are all involved. അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അച്ഛനാണ് ചെറുപ്പം പോലെ സിനിമ കൊണ്ടുവരുന്നത്. ഏത് മൂവി കണ്ടിട്ട് ഭയങ്കരമായിട്ട് അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കരമായിട്ട് ഒരു കണക്ട് ആയിരുന്നു, അവർ കുറച്ചൊക്കെ ഇമോഷണലി ആയി നിന്ന, കുറച്ച് ദിവസം എടുത്തു അതിൽ നിന്നൊന്ന് വിട്ടു വരാതെ ഏത് മൂവി ആയിരിക്കും? അച്ഛനമ്മ doesn't take movies that seriously. Like they know it's a movie. പക്ഷേ മഞ്ഞുമലൊക്കെ കുറച്ച് ഇഷ്ടമായിരുന്നു. നല്ല വർക്ക് ചെയ്യുമ്പോ ഇഷ്ടമാണ് അച്ഛനമ്മയ്ക്ക്. അച്ഛനമ്മ കൂടുതലും കാണുന്ന വേറൊരു പെർസ്പെക്റ്റീവ് എന്നാണ്. അയ്യോ മാം പണി എടുക്കണ്ടാവും വീണാണ് അത്. ദാറ്റ്സ് ഓൾ ദേ ലുക്കിംഗ് അറ്റ്. അപ്പൊ എനിക്കറിയില്ല കറക്റ്റ് ഗേജ് ആണോ അച്ഛനും അമ്മയും പടത്തിന്റെ ഇതിന്ന്. അവര് വേറെ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇത് കാണുന്നത്. ഈ അച്ഛനമ്മയും എപ്പോഴും ഇങ്ങനെ പറയാനായിട്ടില്ല, അച്ഛനമ്മയുടെ ഒപ്പമാണ് ഇപ്പൊ കടവന്ത്രയെന്നാലും വീട്ടിൽ നിന്ന് വരുന്നത്. എപ്പോഴെങ്കിലും അവരോട് അയ്യോ ചെറുതായിട്ട് ഇങ്ങനെ ചൂടാകുക അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുകയും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത്രയും വേണ്ടായിരുന്നു, അവരോട് അങ്ങനെ പറയണ്ടായിരുന്നു. ഞാൻ വഴക്കിട്ടിട്ട് സ്റ്റെപ്പ് കയറുമ്പോ ഞാൻ ലൈക്ക് ഓ. So, I mean, it's like everybody's house. Yeah. But they're also getting old. Apo I'm there with them. Just making use of everything I have and അതിനെ cherish ചെയ്യണം. അപ്പൊ ഡയലോഗ് അടിക്കുന്നുള്ളൂ, പക്ഷെ ലവ് ഇസ് ഓൾ ലവ്. ഓക്കെ. ഇമോഷൻസ് ഒക്കെ ഭയങ്കര എക്സ്പ്രസ് ചെയ്യണ കൂട്ടത്തിലാണ്. ഇപ്പൊ സങ്കടം വന്ന, ഇപ്പൊ ഒരാളോട് സ്നേഹം അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനോട് അമ്മയോടൊക്കെ ആയിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കണം, ഒന്ന് ഉമ്മ വെക്കണം എന്നൊക്കെ തോന്നുന്നു ഉടനെ തന്നെ പോയി ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണോ? I guess I hug them and I kiss them and all that. പക്ഷെ ഭയങ്കര മറ്റേ it's not. ഓക്കെ. Yeah. I am like that. ഉള്ളില് പക്ഷെ 100% ആയിരിക്കും. I think I suck at expressing, but എന്താ അവിടെ? ഓക്കെ, എന്നാ നമുക്ക് ഒരു റാപ്പിഡ് ഫയറിലേക്ക് പോയാലോ? ഇപ്പൊ തീരും, വിഷമിക്കണ്ട. ഓക്കെ, ഒരു ക്വിക്ക് ആയിട്ടുള്ള റാപ്പിഡ് ഫയറിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്. ഓക്കെ, 1 word for your fans right now. ഓക്കെ, ഫാൻസിനോടാട്ടോ ആൻസർ പറയേണ്ടത്, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുള്ളൂ. ഓക്കെ, ഇവരുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 1 thing people misunderstand about you. No, maybe my music. മ്യൂസിക്, അതാണ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. I guess so. I guess. Okay. 1 director you can blindly trust. Kamal Neerath. ഓക്കെ, അത് പെട്ടെന്നായിരുന്നല്ലോ. ഫസ്റ്റ് ആൻസർ ഒട്ടും ആലോചിക്കാതെ സഡൻ ആയിട്ട്.
അമലേട്ടന് Yes, I love his work. ഓക്കെ He's amazing. Amazing guy. ഓക്കെ. Love his work. എല്ലാ അമൽ നീരദ് മൂവിയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? Of course, man. കിട്ടുവാണെങ്കിൽ നല്ലത് അല്ലേ? ഓക്കെ. I said no to disco and went for. So clearly, loyalty stands. So. ഓക്കെ ഓക്കെ ഓക്കെ. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പരിപാടികൾ ഒരുമിച്ച് ചെയ്തിട്ടാണ് എന്റെ മുടിയൊക്കെ അവിടെ ഇവിടെ കണ്ടില്ല, കറക്റ്റിൽ ഹെയർ ഇസ് ഓൾ ഓവർ ദ പ്ലേസ്. സോ ഐ ഡിസൈഡഡ് ഓക്കെ വേണ്ട, ഐ ഡു വൺ തിങ് അറ്റ് എ ടൈം, give my all to that character and do the next. ഓക്കെ അങ്ങനെയാണ്. ഓക്കെ. നൈറ്റ് ഷൂട്ട് ഓർ ഏർലി മോർണിംഗ് ഷൂട്ട്? Doesn't matter. Shoot. ഷൂട്ട്. നൈറ്റ് ആയാലും രാവിലെ. Doesn't matter. ഓക്കെ. അല്ലേ? ഫെയിം ഓർ പീസ്? Peaceful fame. പീസ്ഫുൾ ഫെയിം. ഓക്കെ. ഇതുപോലെ അല്ലെ, പീസ് ആയിട്ട് ഇരിക്കുക. ശാന്തി. ശാന്തി. സമാധാനം. ശാന്തി അല്ലായിരുന്നോ? പിന്നെ ഫെയിം നീ ഇല്ലേ? കൊള്ളാം, നീ കൊള്ളാം. ഓക്കെ. ഓ താങ്ക് യു. അതൊന്ന് റെക്കോർഡ് ചെയ്യണം കേട്ടോ. ട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് എനിക്ക് ഇല്ല. വൺ വേർഡ് അബൌട്ട് യുവർ കോ സ്റ്റാർസ്. ദൈവമേ. ഉം. One word. These ഓക്കെ. വൺ വേർഡ് അബൌട്ട് യുവർ കോ സ്റ്റാർസ്. ഞാൻ കുറച്ച് നെയിംസ് പേര് പറയും. പേര് പറയും. ആദ്യം ഇവിടെ നിന്ന് തന്നെ നോക്കാം. ഫെമിന. straight face. ഓക്കെ. അതെനിക്ക് മനസ്സിലായില്ല. She's like, okay, centered. That's her. Centered, very centered, grounded. ഓക്കെ. ചേട്ടനും എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കര ഗ്രൗണ്ടഡ് പേഴ്സൺ ആണല്ലോ ചേട്ടനും. നമസ്കാരം. താങ്ക് യു. മോസ്റ്റ് വെൽക്കം. ഓക്കെ. ഫഹദ് ഫാസിൽ. Fahad Faasil is insanely talented, very talented. ഓക്കെ. ദുൽഖർ സൽമാൻ. DQ. DQ is cool. ഓക്കെ. സൗബിൻ. സൗബിനിക. Someone is love. Love. VE. Yes. യെസ്. ഓക്കെ. അന്നാബൻ. Oh, Anna is my sister. I love her. I'll do anything for her. ഓ ഓക്കെ. ഷെയ്ൻ നിഗം. Ramdan. I love him. I love him. He's my guy. He's the craziest guy. Superb, amazing soul, all over the place, wild. I don't know. Yeah, mad guy. നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ എപ്പോഴും ആക്രമിക്കുക. I know. അല്ലേ? ഞാൻ എന്റെ ആക്രമണം തുടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ദൈവം ഇവൻ എന്തെങ്കിലും ഒപ്പിക്കണേ. ചേഞ്ചറിന് ഇതുപോലെ തന്നെയായിരിക്കും. എന്തെങ്കിലും ഒപ്പിക്കണേ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വാർത്തകൾ കേൾക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുവോ? എനിക്ക് ഞാൻ അരിക്കൊമ്പനെ വിളിക്കേണ്ടി വന്നു ഒരു ദിവസം, മനസ്സിലായ? എന്റെ ഭാഗ്യത്തിന് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ അടുത്ത ദിവസം അരിക്കൊമ്പനെ. ഞാൻ പറയും നന്ദി അരിക്കൊമ്പ. അരിക്കൊമ്പന്റെ പോസ്റ്റർ അടിക്കാൻ പോണ ഞാൻ വീട്ടിലെ റൂമിൽ എന്റെ ഡാവാണ് വെച്ചാൽ എനിക്ക് ഇഷ്ടമുണ്ട് അവന് അരി മാത്രം അടിച്ചോണ്ടാണ്. കണ്ടായിരുന്നോ വീഡിയോസ്? സോ ഗുഡ്. ഗ്രേസ് ആന്റണി. Grace. It's Grace. Grace funny. Funny. Okay. Asif Ali. Asif Ali is friend. Okay. Okay. സുഹൃത്ത്. Okay. എന്തും പറയാം ആസിഫിക്കോട്. എല്ലാരോടും എന്തും പറയാറുണ്ട്. അല്ലടാ, of course. Asif is a good friend. Okay. സുഹൃത്താണ്. ഓക്കെ. You can see that. അതെ. ആ വീടിനെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഇരിക്കട്ടെ. കട്ട് ചെയ്ത് മാറ്റണമെങ്കിൽ. No. Please don't keep it. It's all good. Actually, I liked it. It was all good. Thank you for coming. Thank you for spending your time with me.